പറഞ്ഞാൽ അഭിനയം പഠിക്കാൻ പോണതിന് ഭേദം ഇവിടെ വന്നിരുന്ന ആളുടെ അഭിനയം കണ്ടാൽ നമുക്ക് ഒരുപാട് പഠിക്കാം. നമ്മൾ വീണ്ടും വീണ്ടും കാണും, ഇങ്ങനെയുള്ള പടങ്ങൾ വീണ്ടും വീണ്ടും കാണുമ്പോഴാണ് നമുക്ക് ആളെ എങ്ങനെയാണ് അഭിനയിച്ചേക്കണേ. കാരണം ഫസ്റ്റ് കാണുമ്പോൾ നമുക്ക് ആ പടത്തിൻ്റെ ത്രില്ലിൽ നമ്മളിരിക്കും. രണ്ടാമത് കാണുമ്പോൾ നമുക്ക് ആ പടം എങ്ങനെയാണ് ആളെ എങ്ങനെയാണ് ചെയ്തേക്കണേ എന്നുള്ള കുറച്ച് സാധനങ്ങൾ നമുക്ക് കിട്ടും. അതൊക്കെ എന്നോട് ഇങ്ങനെ ഡയറക്ടർമാരെ ഇങ്ങനെ പറഞ്ഞു വീണ്ടും വീണ്ടും പടങ്ങൾ കാണാം, നല്ല ഇങ്ങനത്തെ പടങ്ങൾ കാണാം. എനിക്ക് തോന്നി ബെസ്റ്റ് പടം ആസിഫിയുടെ പണ്ട് ഈ പടം തോന്നി. അത് ഞാൻ വീണ്ടും കാണാൻ വന്നത്. ആസിഫ്, അമല പോൾ, ഷറഫുദ്ദീൻ എല്ലാവരും അതിഗംഭീരം, സൂപ്പറാണ്. ട്വിസ്റ്റ് ആഫ്റ്റർ ട്വിസ്റ്റ് ഭയങ്കര. കുറേ നാൾ കഴിഞ്ഞിട്ട് ഇത്രയും ഒരു ഭീകര ത്രില്ലർ പടം കണ്ടു. അമല പോളിൻ്റെ സീനൊക്കെ നല്ല ഭംഗിയുണ്ട്. ഷറഫുദ്ദീനൊക്കെ കാണും, എല്ലാവരും കാണും കേട്ടോ. പക്ഷേ ഈ 3 പേരെ ഉള്ളൂ എന്ന് നമ്മൾ പിന്നെ മനസ്സിലാവും. നമുക്ക് അടുത്ത എൻഡ് വരെ നമുക്ക് തോന്നില്ല 3 പേരെ ഉള്ളൂ എന്നുള്ളത്. പക്ഷെ കുറച്ചും കൂടി ഡെപ്ത് ഉണ്ട് സിനിമയ്ക്ക്. ഭയങ്കര ഇഷ്ടം, എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനത്തെ ഒരു സസ്പെൻസ്. എന്തായാലും കാണണം, ഓഫ്കോഴ്സ് നല്ലൊരു കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കുറ്റബോധം തോന്നില്ല. നമ്മുടെ ഒരു ഉള്ളിൽ നിൽക്കും ആ സിനിമ. അവാർഡ് കിട്ടുമായിരിക്കും, എനിക്ക് കിട്ടട്ടെ എന്നുള്ളതാണ് എല്ലാവിധ ആശംസകളും. താങ്ക് യു. നല്ലൊരു സ്റ്റോറിയും അതിനെ ബ്രില്യൻ്റായിട്ട് മേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഡയറക്ടർ, അതിന് സപ്പോർട്ട് ചെയ്തേക്കുന്ന ബ്രില്യൻ്റ് ആക്ടിങ്, ബ്രില്യൻ്റ് ടെക്നിക്കൽ വർക്ക്. ഫ്രെയിമൊക്കെ കാണുമ്പോൾ ശരിക്കും എന്താ പറയുക, ഭയങ്കര അടിപൊളിയായിരുന്നു. ഞാൻ ഒട്ടും ഇത്രയും പ്രതീക്ഷയില്ല, അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. ആസിഫിൻ്റെ ആ ഒരു മാനറിസംസ് ഒക്കെ പഴയ കാലഘട്ടവും രണ്ടാമത് പ്രസൻറ്റ് കാണിക്കുമ്പോൾ അതിനാ ഒരു കണ്ടിന്യൂറ്റി കീപ്പ് ചെയ്തേക്കുന്നതൊക്കെ കിട്ടില്ലായിരുന്നു. ആസിഫ് കിട്ടിയ അവസരം നല്ലപോലെ ഉപയോഗിച്ചിട്ടുണ്ട്. ഡയറക്ടറാണെങ്കിലും ആ കിട്ടിയ എന്താ പറയുക ലൊക്കേഷനെയും ആർട്ടിസ്റ്റുകളെയും ബ്രില്യൻ്റായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഓരോരുത്തരുടെയും സെഗ്മെൻറ്റ് കലക്കാൻ ഒരു ക്രെഡിലൻ ഡയറക്ടറാണ് മലയാളത്തിൽ ഇൻ ഫ്യൂച്ചറിൽ. കാലിലേക്ക് നമുക്ക് എതിരെടുക്കുന്നവരുണ്ട്. എല്ലാ അടിയും ഏറ്റവും ആ ഇൻട്രോൽ വെച്ച് അത് ഉക്കറേ. ആ സമയത്ത് ആ മ്യൂസിക് ഉണ്ട് ആറാറ്, നമ്മളേക്ക് പീക്കിലേക്ക് ഉണ്ട്. പിന്നെ സ്ലോ മോഷൻ്റെ സാധനം, എവറിത്തിങ് അബൌട്ട് ദിസ് മൂവി വേണ്ട.